നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. നെഹ്റു ട്രോഫി മത്സരഫലത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ് ഹൈക്കോടതിയിലേക്ക്. ജില്ലാ കളക്ടർക്കും പരാതി നൽകും. സമയം കണക്കാക്കിയത് ബോധ്യപ്പെടുത്തണമെന്ന ആവശ്യം. താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്കിനിടെ ലോറി ഡ്രൈവർക്ക് മർദ്ദനം. മർദ്ദിച്ചത് കാർ യാത്രക്കാർ. ലോറി തെറ്റായ ദിശയിൽ പ്രവേശിച്ച് തടസ്സം സൃഷ്ടിച്ചുവെന്ന ആരോപണം. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. ചക്കക്കൊമ്പൻ ഷെഡ് തകർത്തു. നാട്ടുകാർ ആനയെ തുരത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വിശദമായ വാർത്തകളിലേക്ക്. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിലെ തർക്കത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ് ഹൈക്കോടതിയിലേക്ക്. ജില്ലാ കളക്ടർക്കും പരാതി നൽകും. സമയക്രമം എങ്ങനെ തീരുമാനിച്ചു എന്നത് ബോധ്യപ്പെടുത്തണമെന്നാണ് അവരുടെ ആവശ്യം. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം വൈകിട്ട് 5:30 പൊതുദർശനം തലശ്ശേരി ടൗൺ ഹാളിൽ തുടരുകയാണ്. ചൊക്ലിയിലെ വീട്ടുവളപ്പിൽ വൈകിട്ടാണ് സംസ്കാരം നടത്തുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട തൃശൂർ കല്ലൂർ നായരങ്ങാടി സ്വദേശി സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. വീട്ടിലെ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം സംസ്കരിക്കും. ഓഗസ്റ്റിലാണ് യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് കൊല്ലപ്പെടുന്നത്. 1.5 മാസത്തോളമുള്ള കാത്തിരിപ്പിനൊടുവിലാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിനിടെ ലോറി ഡ്രൈവർക്ക് മർദ്ദനം. ലോറി തെറ്റായ ദിശയിൽ പ്രവേശിച്ച് തടസ്സം സൃഷ്ടിച്ചുവെന്നാരോപിച്ച് കാർ യാത്രക്കാർ മർദ്ദിക്കുകയായിരുന്നു. ചുരം 7-ാം വളവിൽ ലോറി മറിഞ്ഞതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗത തടസ്സം നേരിട്ടു. ഇതിനിടെ കാർ യാത്രക്കാരായ 5 പേർ ലോറി ഡ്രൈവറെ ആക്രമിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തുവെന്നാണ് പരാതി. കോഴിക്കോട് കൂമ്പാറ റോഡിലെ ആനകല്ലും പാറവളവിൽ വാഹനാപകടം. കക്കാടൻപൊയിൽ നിന്ന് വന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലെ 2 വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇരുവരെയും മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 9 മണിക്കായിരുന്നു അപകടം. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. 301 സമീപം ചക്കക്കൊമ്പൻ ഷെഡ് തകർത്തു. ഐസക് വർഗീസിന്റെ ഷെഡാണ് ഇന്നലെ രാത്രിയിൽ ചക്കക്കൊമ്പൻ തകർത്തത്. സമീപവാസികൾ ചേർന്ന് പടക്കം പൊട്ടിച്ച ആനയെ തുരത്തി. ഇന്നലെ ആനയിറങ്കലിലെ റേഷൻ കടയും ചക്കക്കൊമ്പൻ തകർത്തിരുന്നു. നാട്ടുകാർ ആനയെ തുരത്തിയതിനു ശേഷമാണ് വനം വകുപ്പ് അധികൃതർ എത്തിയത്. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു. സൗരോർജ്ജ തൂക്കുവേലികളുടെയും ആന പ്രതിരോധ കിടങ്ങിന്റെയും നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. കറവൂർ അമ്പനാർ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രി KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്.
കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. സെപ്റ്റംബർ കഴിയുന്നതോടെ ലോകത്ത് ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. ഈ വർഷത്തെ ആദ്യത്തെ കേക്ക് മിക്സിംഗ് ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നു. ഹയാത്ത് റീജൻസി ഹോട്ടലിലായിരുന്നു പരിപാടി. കിലോ കേക്കാണ് ഹയാത്ത് റീജൻസിയിൽ ഒരുക്കുന്നത്. ഇതിനായി പടുകൂറ്റൻ മിക്സിംഗ് ടേബിളാണ് ഒരുക്കിയിട്ടുള്ളത്. നടി അഹാന കൃഷ്ണയും ക്ഷണിക്കപ്പെട്ട അതിഥികളും ചേർന്നാണ് കേക്ക് മിക്സിംഗ് നടത്തിയത്. നീണ്ടു നിൽക്കുന്ന ഒരുക്കങ്ങളാണ് സ്വാദിഷ്ടമായ ക്രിസ്മസ് കേക്കിലേക്ക് ഡിസംബർ മാസത്തിൽ കൊണ്ടുചെന്നെത്തിക്കുക. കേക്കിന്റെ സ്വാദിനൊപ്പം ക്രിസ്മസിന്റെ വരവേൽപ്പ് കൂടിയാണ് കേക്ക് മിക്സിംഗ് ചടങ്ങുകൾ. So as we approach the festive season, this is actually the beginning of our festivities. We start with the cake mixing. We soak the mixture for the rest 3 months to produce the plum cakes for the Christmas. So we celebrate this occasion. So we invite all our regular guests and people who patronize us and do this as a process. 1 മണിക്കൂറോളം നീണ്ടുനിന്ന കേക്ക് മിക്സിംഗ് ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായി. ഫ്രഞ്ച് കേക്കാണ് തിരുവനന്തപുരം ഹയാത്ത് റീജൻസി ഇത്തവണ ഒരുക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകളിൽ മനോഹര കഥകളി ചിത്രം തീർത്ത് വിദ്യാർത്ഥികൾ. പാലക്കാട് ഷൊർണൂർ മഹർഷി വിദ്യാമന്ദിർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വ്യത്യസ്തമായ കലാസൃഷ്ടി ഒരുക്കിയത്. പാലക്കാട് ഷൊർണൂർ മഹർഷി വിദ്യാമന്ദിർ സ്കൂളിലെ +2 ബയോമാക്സ് വിദ്യാർത്ഥികളാണ് പ്രയത്നത്തിന് പിന്നിൽ. സ്കൂളിലെ ഒഴിവു നേരങ്ങളിലായിരുന്നു പ്രവർത്തനം. വിവിധയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച 4000-ലധികം പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞവയും ശേഖരിച്ച് 5 അടി ഉയരവും 5 അടി വീതിയുമുള്ള കഥകളി ചിത്രത്തിന് രൂപം നൽകി. കൃത്യമായ വലുപ്പത്തിൽ ബോർഡുണ്ടാക്കി അതിൽ ചിത്രം വരച്ച ശേഷം അടപ്പുകൾക്ക് നിറം നൽകി ഒട്ടിച്ചാണ് മനോഹരമായ ചിത്രം ഒരുക്കിയത്. ഞങ്ങളിപ്പോൾ ഏതാണ്ട് 1.5 മാസത്തോളം ഈ കലാരൂപം ഉണ്ടാക്കുന്നതിൽ നിക്ഷേപിച്ചിരുന്നു. പിന്നെ അപ്രോക്സിമേറ്റ്ലി 3500 സംതിങ് ബോട്ടിലടപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ആദ്യം ഇത് തുടങ്ങിയത് ഒരു ബോർഡ് വെച്ചിട്ട് അതിലാദ്യം ഇതിൻ്റെ ഒരു റഫ് മോഡൽ വരച്ചു. പിന്നെ അതിൻ്റെ മേലെ കുപ്പിയുടെ അടപ്പ് ഓരോന്ന് കളർ ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. 1 മാസത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ കലാസൃഷ്ടി. വിദ്യാർത്ഥികളായ ജീവൻ, അമൽ, അജിത്ത്, സഞ്ജയ്, വിഷ്ണു, നിവേദ്, പൂജ, മിത്ര എന്നീ 8 പേരടങ്ങുന്ന സംഘമാണ് ചിത്രമൊരുക്കിയത്. അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നു. സ്കൂൾ വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് ചിത്രം തീർത്തത്. ശുചിത്വ മിഷൻ പരിപാടിയുടെ ഭാഗമായി കളക്ടർ എസ് ചിത്ര സ്കൂൾ സന്ദർശിക്കുകയും അജൈവ മാലിന്യങ്ങളിൽ നിന്നും കലാസൃഷ്ടികൾ നിർമ്മിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം ആറ്റിങ്ങൽ ടൗണിലെ സർക്കാർ ഓഫീസുകളുടെ മതിലുകളിൽ പതിച്ചിരുന്ന പോസ്റ്ററുകൾ നീക്കി വിദ്യാർത്ഥികൾ. നഗരസഭയും നഗരത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ NSS യൂണിറ്റുകളും ചേർന്നാണ് സൗന്ദര്യവൽക്കരണം. ടൗണിലെ വിവിധ ഭാഗങ്ങളിലുള്ള സർക്കാർ ഓഫീസുകളുടെ ചുമരുകൾ പലതരം പോസ്റ്ററുകളാൽ നിറഞ്ഞിരുന്നു. സ്വച്ഛ് ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായാണ് ടൗൺ സുന്ദരമാക്കാനുള്ള പ്രവർത്തനം. നഗരസഭയും NSSന്റെ വിവിധ യൂണിറ്റുകളും സംയുക്തമായാണ് പോസ്റ്ററുകൾ നീക്കിയത്. ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും NSS യൂണിറ്റുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായാണ് ശുചീകരണം നടത്തുന്നത്. മതിലുകളിൽ സാമൂഹ്യബോധമുണർത്തുന്ന ചിത്രങ്ങൾ വരയ്ക്കാനും ലക്ഷ്യമിടുന്നു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മുഴുവൻ പോസ്റ്ററുകളും നീക്കം ചെയ്യും. ന്യൂസ് 18 ആറ്റിങ്ങൽ. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് മുക്കത്തെ പ്രഭാത സവാരി കൂട്ടായ്മയായ വാക്കിംഗ് ക്ലബ് കൂട്ടോട്ടം സംഘടിപ്പിച്ചു.
അഗസ്തിമുഴി മുതൽ മുക്കം അങ്ങാടി വരെയുള്ള 1 കിലോമീറ്റർ ദൂരമാണ് ഓടിയത്. വ്യായാമം ചെയ്യൂ, ആരോഗ്യം സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായാണ് കൂട്ടഓട്ടം സംഘടിപ്പിച്ചത്. 30-ലധികം അംഗങ്ങൾ പങ്കെടുത്തു. കവി അനിൽ പനച്ചൂരാന്റെ സ്മരണാർത്ഥം കൈതക്കൽ ബ്രദേഴ്സ് ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിച്ച കിളിക്കൊഞ്ചൽ സീസൺ 4 കവിതാലാപന മത്സരത്തിൽ തിരുവനന്തപുരം സ്വദേശി ശ്രീലക്ഷ്മി അജിത്തിന് 1ാം സ്ഥാനം, കരുനാഗപ്പള്ളി സ്വദേശി അമൃത സുനിൽ 2ാം സ്ഥാനവും നാരങ്ങാനം സ്വദേശി ശ്രീനന്ദ ബിനു 3ാം സ്ഥാനവും നേടി. വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ലൈബ്രറി കൌൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്രദേഴ്സ് പ്രസിഡന്റ് വിമൽ കൈതക്കൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കിയിലെ ഏലം കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. കൃഷിനാശവും വിലത്തകർച്ചയും വന്യമൃഗശല്യവും കൃഷിയെ പിന്നോട്ടടിക്കുകയാണ്. കർഷകർ കൃഷി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ്. 2018 പ്രളയത്തിന് ശേഷം ഇടുക്കിയിൽ ഏലം കൃഷി 50% നശിച്ചു. ഇതിൽ നിന്ന് കർഷകർ കരകയറി വരുന്നതിനിടെ കഴിഞ്ഞ വേനലിൽ കൃഷി കരിഞ്ഞുണങ്ങി. ശേഷമെത്തിയ കാലവർഷത്തിലും വ്യാപകമായി കൃഷിനാശമുണ്ടായി. വന്യമൃഗശല്യവും കീടബാധയും മേഖലയ്ക്ക് തിരിച്ചടിയായി. ഓണത്തിന് പച്ചയായ കായ പറിച്ചാണ് പല കർഷകരും വിൽപ്പന നടത്തിയത്. കൃഷിനാശത്തിനൊപ്പം കീടനാശിനി, വളം എന്നിവയുടെ വില വർധനയും കർഷകരെ ദുരിതത്തിലാക്കി. ഭൂമിക്കടിയിൽ നിന്നുണ്ടായ ചൂടാണ് അത്രയധികം ഏലം ഉണങ്ങി നശിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്. ഏതാണ്ട് 33 ഡിഗ്രി ചൂട് ഇവിടെ കൂടിയെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് ഇപ്പം തന്നെ ഈ ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്ന ചൂട് തന്നെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയല്ല ഉള്ളത്. ഇത് എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള ആശങ്കയിലാണ് കൃഷിക്കാർ ഇപ്പം ജീവിക്കുന്നത്. വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലും കർഷകർക്കായി സർക്കാരോ സ്പൈസസ് ബോർഡോ ശ്രമിക്കുന്നില്ലെന്നാണ് കർഷകരുടെ ആരോപണം. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കൃഷി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് കടക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഏലം കർഷകർ. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തുകളിൽ വ്യാപക അഴിമതിയെന്ന ആരോപണം. പദ്ധതിയിൽ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തെത്തി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിളക്കം പദ്ധതിയിലൂടെയാണ് ബോട്ടിലുകൾ സ്ഥാപിച്ചത്. ഒരു ബോട്ടിലിന് 50,000 രൂപയാണ് ചിലവ്. ഇങ്ങനെ 20 എണ്ണം സ്ഥാപിച്ചു. 9 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവിട്ടത്. സമീപ ഗ്രാമപഞ്ചായത്തുകളിൽ 15,000 രൂപയ്ക്ക് താഴെ നിർമ്മിച്ച ബോട്ടിൽ ബൂത്തിന് പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൽ 50,000 രൂപ ചിലവ് വരുത്തിയതാണ് പ്രതിഷേധത്തിനും ആരോപണങ്ങൾക്കും ഇടവരുത്തിയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ വേസ്റ്റ് ബോക്സ് കണ്ടാൽ അറിയാം ഇതിന് 45,000 രൂപ ആകുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയം തോന്നി. അടുത്തുള്ള 3-4 വെൽഡിംഗ് വർക്ക്ഷോപ്പുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് മാക്സിമം പോയി കഴിഞ്ഞാൽ 15,000 രൂപയ്ക്ക് ഇത്തരത്തിലുള്ള വേസ്റ്റ് ബോക്സ് നിർമ്മിക്കുവാൻ സാധിക്കുമെന്നാണ്. പഴവങ്ങാടിയിലെ ഒരു സ്വകാര്യ ഏജൻസി നിർമ്മിച്ചു നൽകിയ ഒരു ബോട്ടിൽ ബൂത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ പാറശാല, കുളത്തൂർ, ചെങ്കൽ, പൂവാർ തുടങ്ങിയ പഞ്ചായത്തുകളിലായി 20 ഇടങ്ങളിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവ സ്ഥാപിച്ച് 3 മാസം പിന്നിടുന്നതിന് മുമ്പ് തുരുമ്പെടുത്ത് നശിച്ചും തുടങ്ങി. ഈ കുപ്പി കൊണ്ടുവച്ചിരിക്കുന്നതും ഓരോ സ്ഥലങ്ങളിലും ഒളിച്ചുകൊണ്ട് വെച്ചിരിക്കും. ഇതിൽ ഒരു കുപ്പി പോലും ഇടാനോ അല്ലെങ്കിൽ അത് ആരെങ്കിലും കൊണ്ട് കണ്ട് ഇവിടെയാണ് നിക്ഷേപിക്കേണ്ടതെന്നുള്ള ഒരു മാതൃകാ ബോർഡോ അല്ലെങ്കിൽ അത് എത്തിക്കാനുള്ള രീതികളോ ഒന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത് വെറും ഒരു വെട്ടിപ്പിനും തട്ടിപ്പിനും വേണ്ടി മാത്രം നടത്തിയ ഒരു പദ്ധതിയാണ് എന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. പൊതുജന സാന്നിധ്യം വളരെ കുറവുള്ള ഇടങ്ങളിൽ മാത്രമാണ് ബോട്ടിലുകൾ സ്ഥാപിച്ചിട്ടുള്ളതെന്നും ഇത് ഒരു തരത്തിലുള്ള ഉപയോഗം ഉണ്ടാകില്ല എന്നും ആക്ഷേപമുണ്ട്. സംഭവത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. വരും ദിവസങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തിന് മുന്നിൽ സമരം സംഘടിപ്പിക്കാനാണ് നീക്കം. ന്യൂസ് 18 പാറശാല. ഇടവേള. പോർച്ച് കുഴിച്ചപ്പോൾ അസ്ഥികൂടം കണ്ടെത്തി. 30 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബുദ്ധറാമിന്റെ അസ്ഥിയാണെന്ന് നിഗമനം. അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. സംഭവത്തിൽ പോലീസ് ബുദ്ധറാമിന്റെ ഭാര്യയുടെയും 2 ആൺമക്കളുടെയും പേരിൽ FIR രജിസ്റ്റർ ചെയ്തു. പ്രതികൾക്ക് 4മതൊരാളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് സൂചന. ഉത്തർപ്രദേശിൽ ഗ്രാമവാസിയെ ആക്രമിച്ച പുലിയെ നാട്ടുകാർ തല്ലിക്കൊന്നു. സംഭവം
ബിജ്നോർ ജില്ലയിൽ കിരാത്പൂരിൽ പുലി ആക്രമിച്ചത് 46-കാരനായ സുരേന്ദ്രകുമാറിനെയും മക്കളെയും. UN പൊതുസഭയിൽ പാകിസ്ഥാനെ അപലപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഭീകരവാദവും മൗലികവാദവുമാണ് പാകിസ്ഥാന്റെ പ്രധാന ഉൽപ്പന്നങ്ങൾ. വിനാശകരമായ തെരഞ്ഞെടുപ്പുകൾ കാരണം വാർത്തകളിലേക്ക്. റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ യാത്രാ ദുരിതത്തിലായി കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്ത് നിവാസികൾ. മാസങ്ങൾ പിന്നിട്ടിട്ടും കുഴികൾ അടയ്ക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ മുക്കം കടവ് പാലം റോഡ് പൊട്ടിപ്പൊളിഞ്ഞാണ് വലിയ കുഴികൾ രൂപപ്പെട്ടത്. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാരും തിരുവമ്പാടി കൂടരഞ്ഞി പ്രദേശങ്ങളിൽ നിന്നും മുക്കത്തേക്ക് വരുന്നവരുമാണ് കടുത്ത യാത്രാ ദുരിതം അനുഭവിക്കുന്നത്. ചെറിയ മഴ പെയ്താൽ കുഴികളിൽ വെള്ളം കെട്ടിനിന്ന് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളി കിടക്കുകയാണ്. ഇതിന് മുമ്പ് താൽക്കാലിക റിപ്പയർ ചെയ്തെങ്കിലും ഇപ്പം കുറേ കാലമായിട്ട് വാഹനങ്ങൾക്ക് പോകാൻ കഴിയാതെ വളരെ ദയനീയമായ അവസ്ഥയാണ്. ഫുട്പാത്ത് പോലും ഇല്ലാത്ത അവസ്ഥയുള്ള റോഡാണിത്. എത്രയും പെട്ടെന്ന് ഇത് പുനർനിർമ്മിച്ച് ഗതാഗതമാക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതിൽ ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ കുമാരനെല്ലൂർ അങ്ങാടി ടു മുക്കം ബെൻഡ് പൈപ്പ് പാലം വരെ റോഡ് ഭയങ്കരമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. അതുകൊണ്ട് വണ്ടികൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് ഇങ്ങനെ പോയതുകൊണ്ട് ഭയങ്കര അപകടമുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ റോഡിലെ കുഴികൾ അടയ്ക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. നാട്ടുകാർ സ്വന്തം ചിലവിൽ കോൺക്രീറ്റ് ഇട്ട് താൽക്കാലികമായി കുഴികൾ അടച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ കുഴികളുടെ അടുത്ത് പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 മുക്കം. തകർന്നടിഞ്ഞ പട്ടാമ്പി കൂറ്റനാട് പാത. പലയിടങ്ങളിലും റോഡിലെ കുഴിയിൽ വീണ് വാഹനാപകടം പതിവാണ്. റോഡ് നന്നാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. പട്ടാമ്പി പെരുമ്പിലാവ് പാതയിൽ കൂറ്റനാട് വരെയുള്ള റോഡ് വലിയ തകർച്ചയാണ് നേരിടുന്നത്. പലയിടത്തും കുഴികളാണ്. റോഡിന്റെ പ്രതലം അടർന്നുപോയിട്ടുണ്ട്. യാത്രക്കാർ വലിയ ദുരിതത്തിലാണ്. വാഹനാപകടവും പതിവ്. പട്ടാമ്പി പാലത്തിലും ഇതാണ് അവസ്ഥ. വെള്ളമിറങ്ങി 1 മാസത്തിനു ശേഷം കൈവരി സ്ഥാപിച്ചെങ്കിലും പാലത്തിന് മുകളിലെ റോഡിലെ തകർച്ച പരിഹരിച്ചിട്ടില്ല. പട്ടാമ്പി റോഡ്, ഗുരുവായൂർ റോഡ്, തൃത്താല റോഡ്, എല്ലാ റോഡും തകർന്നിരിക്കുന്നു. ഒരൊറ്റ റോഡ് യാത്രക്ക് നല്ല ഗുണമായിട്ട് പോകുന്ന ഒരു റോഡുമില്ല. ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് ലക്ഷങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫൈനുണ്ടാക്കി, പിന്നെ പിടിച്ചിന് ഫൈന് എടുത്തു. എല്ലാവരും പിന്നെ മോട്ടോർ വാഹന വകുപ്പ് ഫൈന് ലക്ഷക്കണക്കിന് ഉറുപ്പിക കിട്ടിയെന്ന് പറഞ്ഞു. അതിന്റെ 1% ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ഈ റോഡ് നേരാക്കേണ്ട കാര്യത്തിൽ വേണ്ടപ്പെട്ട വകുപ്പ് സ്വീകരിക്കുന്നില്ല. ഒരു മന്ത്രിയും 3 MLA പോകുന്ന ഒരു റൂട്ടാണിത്. അതിലൊരു മന്ത്രി കൂടി ഉണ്ട്. ഇന്നലടക്കം ഈ റോഡിന്റെ ഇതുപോലെ യാത്ര ഇവർക്ക് ഒരു ബസ്സൊക്കെ പോകുമ്പോൾ ബാക്കിലൊക്കെ തെറിക്കും. അയാളുടെ അവസ്ഥ. കാരണം എവിടെ കുഴിയെന്ന് ആർക്കും നല്ല റോഡ് പെട്ടെന്ന് കുഴിയാടുന്നത്. പട്ടാമ്പിയിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചിരുന്നു. അടിയന്തരമായ റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 പട്ടാമ്പി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ മെഗാ ശുചീകരണം നടത്തി. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. MC റോഡിന്റെ ഇരുവശവും സ്വകാര്യ ബസ് സ്റ്റാൻഡും ശുചീകരിച്ചു. പാലക്കാട് തൃത്താല പരുതൂർ പഞ്ചായത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാതായിട്ട് മാസങ്ങളായിട്ടും നടപടിയില്ല. ജീവനക്കാരുടെ അഭാവത്തിൽ കഴിഞ്ഞ 8 മാസമായി ഭരണപ്രതിസന്ധി നേരിടുകയാണ്. ഇതോടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളും മുടങ്ങി. അനാസ്ഥ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുറന്ന കത്തുമായി രംഗത്തെത്തിയിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലാണ് ഈ അവസ്ഥ എന്നുള്ളത് കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒട്ടുമിക്ക പഞ്ചായത്തുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. സർക്കാരിൻ്റെ കൊള്ളരുതായ്മയാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സെക്രട്ടറി ഇല്ല, AS ഇല്ല, HC ഇല്ല, ക്ലർക്ക് ഇല്ല, അക്കൗണ്ടന്റ് ഇല്ല. ഇതാണ് പഞ്ചായത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ. 2 ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് പഞ്ചായത്തിലുള്ളത്.
പക്ഷേ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് അതിൻ്റെ ഫലം കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയും ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. തിയേറ്ററിൽ സിനിമ കാണാൻ എത്തുന്നവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടമായാൽ അത് തിരികെ ലഭിക്കുന്നത് അപൂർവമാണ്. കളഞ്ഞു കിട്ടിയ 2.5 പവന്റെ സ്വർണ്ണമാല ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയാവുകയാണ് കൊട്ടാരക്കര പുത്തൂർ ചെല്ലം തിയേറ്ററിലെ ജീവനക്കാർ. കൊട്ടാരക്കരയിൽ നിന്നും എസ് വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. സത്യസന്ധരായി ജീവിക്കുക, നിയമം പൂർണ്ണമായും പാലിച്ചു തന്നെ ജീവിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ശരിക്കും പുത്തൂരുള്ള ചെല്ലം തിയേറ്ററിൽ നിന്ന് നമുക്ക് കാണാനാകുന്നത്. ചെല്ലം തിയേറ്ററിലെ ജീവനക്കാരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ശരിക്കും എന്തായിരുന്നു എന്ന് സംഭവിച്ചത്? നമുക്കിവിടെ ദീപു എന്ന് പറയുന്ന ഒരു ഫാമിലി പടം കാണാൻ വന്നിരുന്നു. അപ്പോൾ അവർ ചിത്രം കാണാൻ എത്തിയ സമയത്ത് 2 ദിവസം മുമ്പാണ് അവരിവിടെ പടം കാണാൻ എത്തി അവരുടെ കയ്യിലുള്ള ഒരു കൈച്ചെയിൻ നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ ആ നഷ്ടപ്പെട്ട കൈച്ചെയിന് അവർ പോയ വഴിക്ക് പലയിടത്തും നോക്കിയത് കിട്ടിയില്ല. പിന്നെ ലാസ്റ്റുള്ള ഓപ്ഷൻ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ലാൻഡ് ലൈനിൽ വിളിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ നമ്മുടെ ചേട്ടനെ വിളിച്ചിട്ട് സുരേഷ് കുമാർ മണി എന്നാണ് പേര്, പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നെ പുള്ളി രാജീവ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഇന്നപോലെ ബാൽക്കണി ഇന്ന സീറ്റ് നമ്പർ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടിക്കറ്റ് വെച്ചിട്ട് ആ സീറ്റ് നമ്പറിൻ്റെ അടുത്തൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല. എന്ന് വെച്ചാൽ രണ്ട് ദിവസം ആയതുകൊണ്ട് ഇത് സിനിമ കാണാൻ വന്നവർ തന്നെ പുറയിൽ ഇറങ്ങി വരുന്ന ഒരാൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കൽപ്പെട്ട് ഇത് കൊണ്ടുപോവോ നമുക്ക് തരുമോ എന്നൊന്നും പറയാൻ ഉറപ്പില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് അന്ന് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഈ വേസ്റ്റുകൾ ഡംപ് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു 2-3 ദിവസത്തെ വേസ്റ്റ് ആയതിനു ശേഷം മാത്രമേ അപ്പുറത്ത് ബർണറിൽ കൊണ്ടുവന്നത് കത്തിച്ച് കളയുള്ളൂ. അങ്ങനെ നമ്മുടെ വലിയ ഡ്രമ്മിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഡ്രമ്മിനകത്ത് വെച്ചിരുന്നത് രാജീവിനെ വിളിക്കുകയും പുള്ളിക്കാരനോട് ചെന്ന് ഇത് ഓരോന്നോരോന്നായി എടുത്തിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്തു, അത് ചെക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് സ്വർണം കിട്ടുകയും അങ്ങനെ ഈ ബന്ധപ്പെട്ട ദീപുവിനെ ചേട്ടൻ വിളിച്ച് ദീപുവിൻ്റെ അടുത്ത് വിവരം പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ദീപു എത്തി. ദീപുവിന് ഒരു വിശ്വാസമില്ലായിരുന്നു ഇവിടുന്ന് ഈ സാധനം കിട്ടും എന്നുള്ളത് ഒരു വിശ്വാസമില്ല. പുള്ളി ഇവിടെ വന്നപ്പോഴേ പറഞ്ഞു എനിക്കത് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, എന്നാലും നമ്മുടെ ഒരു ഹോപ്പ് അത് വെച്ചിട്ടൊന്ന് വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ കയ്യിൽ ഇത് കൊടുക്കുകയും ചെയ്തു. ആ സന്തോഷം അന്നേരം തന്നെ പുള്ളി കെട്ടിപ്പിടിക്കുകയും പുള്ളിക്കൊരു ചെറിയൊരു സമ്മാനമൊക്കെ കൊടുത്തിട്ടാണ് പുള്ളി ഇവിടുന്ന് പോയത്. ഇതിന് മുമ്പ് ഇതുപോലുള്ള അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മൊബൈൽ ഫോണ്, കാലി പേഴ്സുകൾ, നമ്മുടെ ആധാർ, പാൻ കാർഡ് അതുപോലുള്ള ഡീറ്റെയിൽ അടങ്ങിയ സാധനങ്ങൾ, സ്വർണ്ണമാലകൾ, പിന്നെ ക്യാഷ് എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപയ്ക്കുള്ളിൽ വരെയുള്ള ക്യാഷൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്നേരം തന്നെ വന്ന ആൾക്കാർ കളക്ട് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ അല്ലാതെ കിടക്കുന്ന പേഴ്സുകൾ, കാലി പേഴ്സുകൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട്. അതൊന്നും ആരും എടുത്തിട്ട് പോകത്തില്ല. ഈ വാല്യൂ ഉള്ള സാധനങ്ങളെല്ലാം ആൾക്കാർ തിരക്കി വന്ന് അന്നേരം തന്നെ കൊണ്ടുപോകാറുണ്ട്. നിലവിൽ അതിപ്പം ഇവിടെ മൊത്തം നമുക്ക് 19 സ്റ്റാഫുകളാണ് ഉള്ളത്. ഈ 19 സ്റ്റാഫുകളും അത് കൂടാതെ ക്യാൻറ്റീൻ സ്റ്റാഫുകളുണ്ട്, തമിഴന്മാരാണ്. ആ പിള്ളേരും അതുപോലെ തന്നെയാണ്. എന്ത് സാധനം കിട്ടിയാലും അന്നേരം അത് ഓഫീസിലെത്തിക്കും.